കാഞ്ഞങ്ങാട് നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗവും സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളിക്കാണ് സ്വീകരണം നൽകിയത്. സഹോദരങ്ങളിൽ ഓടുന്നുണ്ട്, ഈ നാട്ടിലെ രക്തം തന്നെയാണ് എന്റെ ശരീരങ്ങളിൽ ഓടുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാടിന്റെ ഒരു കൊച്ചുമകനാണ്. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളോടും ധൈര്യപൂർവ്വം പറയാം, ഇവിടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി, നിങ്ങളുടെ മകനായി, നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ UDF പ്രവർത്തകനായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇനിയുള്ള നാളുകളിലൂടെ ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരം സൂചിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ UDF-ന്റെ സർക്കാർ ഇവിടെ കേരളത്തിൽ വരേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങളോട് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ജനത മുഴുവൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് പിണറായി സർക്കാരിനെതിരെ വിധി എഴുതുമ്പോൾ നമുക്ക് മെയ് 4-ാം തീയതി ടീം UDF-ന്റെ കേരള സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാഞ്ഞങ്ങാടിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് ഇവിടുത്തെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുവാൻ അവസരമൊരുക്കുവാൻ നിങ്ങൾ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ, നിങ്ങൾ ഒരാളായി എന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ മകനായി, നിങ്ങളുടെ സഹോദരനായി എന്നെ കാണുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ബാക്കി രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് ഭാവിയിൽ സംസാരിക്കാം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് NA ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രശേഖരനിവിടെ MLA ആയി, മന്ത്രിയായി, റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരന് ഈ കാഞ്ഞങ്ങാട് നഗരസഭയിൽ അദ്ദേഹത്തിന് സമാനമായി യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുപോലെ നിയോജക മണ്ഡലത്തിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സംരംഭവും കാഞ്ഞങ്ങാടില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കാഞ്ഞങ്ങാട് ലോക്സഭാ മണ്ഡലം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയാറുണ്ട്, അത് CPM-ന്റെ കോട്ടയാണ് ലോക്സഭാ മണ്ഡലം. അത് കഴിഞ്ഞ 2 തവണയായി ഐക്യജനാധിപത്യത്തിന്റെ കയ്യിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാഞ്ഞങ്ങാട് നഗരസഭയിലെ നമ്മുടെ മേഖലകളിൽ ഇവിടെ ജാഫർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കന്മാർ വിചാരിച്ചത് കഴിയില്ല, മറിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ വാർഡ് തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിലൊക്കെ വളരെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒത്തൊരുമിച്ചാൽ നമുക്ക് ഈ കാഞ്ഞങ്ങാട് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിക്കും. MP ജാഫർ അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറി M അസിനാർ, ജെറ്റോ ജോസഫ്, P കമലാക്ഷ, V ഗോപി എന്നിവർ സംസാരിച്ചു. MP ജാഫറിനെ ചെയർമാനായും PV ചന്ദ്രശേഖരനെ കൺവീനറായും നിസാം ഫലാഹിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.